ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അക്കാദമിക് വൈറ്റ്നസ്സിനെ കുറിച്ചിട്ടാണ്. പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും വൈറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക് മേഖലയിലെ ജാതീയതയെക്കുറിച്ചുള്ളൊരു സംസാരമാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയേക്കാം. പക്ഷേ നമ്മുടെ അക്കാദമിയിൽ ഇന്ന് ഏറ്റവും പ്രബലമായിരിക്കുന്ന ഫിൽറ്ററിങ്ങിലൂടെ മാറ്റപ്പെടുന്നത് ജാതി മാത്രമല്ല, മറ്റ് പല രീതിയിലുള്ള ചിന്തയിൽ തന്നെ പല രീതിയിലുള്ള സാധ്യതകളെ എങ്ങനെ നമ്മുടെ അക്കാദമിയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നു എന്നുള്ളതും, ചിന്ത തന്നെ അസാധ്യമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ എങ്ങനെ സർഗാത്മക രംഗത്തും അക്കാദമിയിലും ഗവേഷണങ്ങളിലും എഴുത്തിലും ചിന്തയിലും ഒക്കെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്ത പാശ്ചാത്യ ലോകത്ത് പ്രധാനമായി ഫ്രെഡ്മോട്ടനെയും സ്റ്റെഫാനോ ഹെൻറിയെ പോലുള്ള ചിന്തകൾ അണ്ടർ കോമൺസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. ഈ അണ്ടർ കോമൺസ് എന്ന് പറയുന്നതിനെ എനിക്കറിയില്ല, ഈ അണ്ടർ കോമൺസ് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് എങ്ങനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. എന്തായാലും ഒരു സാധാരണയിലും കുറഞ്ഞ ഒന്നല്ല അണ്ടർ കോമൺസ്. ഞാൻ മനസ്സിലാക്കുന്നത് അനിതര സാധാരണമായ ഒന്നാണ്. അക്കാദമിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഗവേഷണ രംഗത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വൈജ്ഞാനിക രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രധാനമായി തോന്നുന്ന അതിൻ്റെ ചില മോഡുകളെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത്. ഒന്നാമത് നമ്മുടെ ഈ ക്ലാസ് റൂം എന്ന് പറയുന്നതും ക്ലാസ് റൂമിൻ്റെ ഘടനയിൽ തന്നെ ആരെയൊക്കെ ഈ വളരെ ന്യൂറോ ഡൈവേഴ്സായ, അതേപോലെ തന്നെ നാഡീവൈവിധ്യമുള്ള പലരെയും ഒഴിവാക്കുകയും അങ്ങനെ ഈ ചില ക്രീമിനെ മാത്രം, സത്യത്തിൽ ക്ലാസ് മുറികളിൽ എത്തുന്നത് സത്യത്തിൽ ഫ്രണ്ട് ബെഞ്ചേഴ്സ് മാത്രമാണ്. അതിൽ നിന്ന് തന്നെ വളരെ ഗ്രഡേറ്റഡായി പല കുട്ടികളെയും പിൻബെഞ്ചുകളിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും മാറ്റപ്പെടാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഒരു 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 ഫിൽറ്ററിങ്ങിൻ്റെ ആദ്യ പടിയാണ് ശരിക്ക് കോളേജ് അഡ്മിഷൻ മുതൽ, ക്ലാസ് റൂം മുതൽ, മുഖാമുഖമുള്ള സംസാരം മുതൽ, അധ്യാപക വിദ്യാർത്ഥി ബന്ധം വരെ സകലതിലും ആ ഒരു സംഗതി. അതിനേക്കാൾ എത്രയോ കടുപ്പമുള്ള ഒന്നാണ് നമ്മൾ ഈ പറയുന്ന ഈ സെമിനാറുകൾ എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരു സ്ഥലം, ഒന്നും സംഭവിക്കാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യം പറയേണ്ടത് അക്കാദമിക് സെമിനാറുകൾ. നമ്മുടെ ചാനലുകളിലെ ഒരു അന്തിച്ചർച്ചകളെ പോലെയാണ് ഈ അക്കാദമിക് സെമിനാറുകളിലും ആളുകൾ വരുന്നത്. ഈ അന്തിച്ചർച്ചകളിലേക്കൊക്കെ പോകുമ്പോൾ ആദ്യം തന്നെ ചോദിക്കും, പിന്നെ എന്താണ് ഇടത് നിരീക്ഷകൻ അല്ലെങ്കിൽ വലത് നിരീക്ഷകൻ, ഇന്ന പക്ഷപാതി ഇന്ന പക്ഷപാതി, ഈ പറയുന്ന മുൻകൂർ തീരുമാനിച്ച അല്ലെങ്കിൽ എന്താണ് ദളിത് വൈജ്ഞാനികൻ അല്ലെങ്കിൽ പിന്നെ നിഷ്പക്ഷ നിരീക്ഷകൻ, ഇങ്ങനെ പല ബാനറുകളിൽ ആളുകളെ അടക്കി ഇരുത്തുകയും അതിൽ നിന്ന് ഇങ്ങനെ ഒരു ബാനർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ പിന്നീട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറില്ല. നമ്മൾ വിചാരിക്കും എന്താണ്, പിന്നെ ഇതിൻ്റെയൊക്കെ മറ്റൊരു രൂപമാണ് സെമിനാറുകളിൽ. ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിന്തകനാണ് ദെല്യൂസ്. ഈ ദെല്യൂസ് ഒരിക്കൽ പറയുന്നുണ്ട്, ചിന്തയുടെ ശത്രുവാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ആശയവിനിമയം എന്ന് പറയുന്നത്. ഈ ആശയവിനിമയത്തിലൂടെ സത്യത്തിൽ ചിന്ത ഒരർത്ഥത്തിൽ നശിക്കുകയാണ് ചെയ്യുന്നത്. ആശയവിനിമയമല്ല, സത്യത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ഇംപേഴ്സണലായ ഒരു ഒരു വൈയക്തികമല്ലാത്ത അറിവും വളരെ ന്യൂട്രലായ ഒരു അറിവ് സാധ്യമാണ്. അറിവിൻ്റെ ഒരു തരം ഒബ്ജക്റ്റിഫിക്കേഷനും അതുപോലെ തന്നെ തീർത്തും അറിവിൻ്റെ ഒരു ഒബ്ജക്റ്റിഫിക്കേഷനും അതുപോലെ തീർത്തും ഇംപേഴ്സണലായ, ന്യൂട്രലായ, ഒബ്ജക്റ്റിഫൈഡായ ഒരു ഇൻഫർമേഷൻ സാധ്യമാവുന്നത് പോലെയൊക്കെയാണ് അവിടെ അറിവിൻ്റെ ഒരു സാധ്യത ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്ന ഒന്നെന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത് വൈയക്തികമായ ഒന്നും കൂടി കലരാത്ത ഒന്നായിട്ടൊക്കെയാണ് നമ്മൾ ഈ അക്കാദമിക് മേഖലയെയും ഒക്കെ പ്രധാനമായിട്ട് കാണുന്നത്. അറിവിൻ്റെ ഒരുപക്ഷെ എന്താണ് ഈ പറയുന്ന പൂങ്കാവനങ്ങളായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുന്ന ഈ പറയുന്ന അക്കാദമിയിലൊക്കെ
അറിവ് തീർത്തും വൈയക്തികത കലർന്ന് മലിനമാകാത്ത അറിവ് എന്ന് പറയും. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാവുന്നത് അവിടെ ഉള്ള മനുഷ്യർക്കറിയാം, പുറത്തുള്ളവർക്ക് അറിയുന്നതിനേക്കാൾ അതിൻ്റെ അകത്തറിയാം. പ്രധാനമായി എന്താണെന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള തൊഴുത്തിൽ കുത്തുകളും, അതുപോലെ തന്നെ എന്താണ് ഈഗോവും, പിന്നെ ആരാണ് വലുത് എന്ന് പറയുന്ന ചോദ്യമൊക്കെ ഏറ്റവും, അതേപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള സകലമാന പ്രശ്നങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ അക്കാദമിയ എന്ന് പറയുന്നത്. ഈ സെമിനാറുകളുടെ കാര്യം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഒരു കാര്യവും സംഭവിക്കാത്ത, ഒരു ചുക്കും സംഭവിക്കാത്ത സ്ഥലങ്ങളാണ് ഈ സെമിനാറുകൾ. നമ്മൾ എഴുതി ഉണ്ടാക്കിയ പേപ്പറുകളെ കൊണ്ട് വരും, അത് സുഭദ്രമാണ്, അതിൽ വേറൊന്നുമില്ല. ഈ പറയുന്നത് പോലെയുള്ള ഈ ഗവേഷണത്തിലെ പ്രധാനമായ ചില 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 മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ, ആ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ സെമിനാർ പ്രബന്ധം റെഡി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംഗതികളാണ്. ഈ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഈ പറയുന്നത് പോലെ ഇതിനിടെ ബ്രയൻ മസ്സുമിയുടെ കപ്ലെറ്റ്സ് എന്ന് പറയുന്ന അയാളുടെ ഒരു ലേഖന സമാഹാരത്തിൽ ഒരു ലേഖനമുണ്ട് സത്യത്തിൽ. ഹൗ ടു മേക്ക് യുവർ സെൽഫ് എ പ്രപ്പോസിഷൻ എന്നാണ് അതിൻ്റെ പേര്. ഹൗ ടു മേക്ക് യുവർ സെൽഫ് എ പ്രപ്പോസിഷൻ. ഇവിടെ സെമിനാറുകളിലൊക്കെ പോകുമ്പോൾ നടക്കുന്നൊരു സംഗതി എന്ന് പറയുന്നത്, സെമിനാറിൽ അവതരിപ്പിക്കുന്ന കാര്യവും പിന്നെ സെമിനാർ അവതരിപ്പിക്കുന്ന ആളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സെമിനാറിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ആ വിഷയം എന്ന് പറയുന്നത് തീർത്തും ഇംപേഴ്സണലായി, ഒബ്ജക്റ്റിഫൈഡായ ഒരു ട്രൂത്തായി, സത്യമായി, ഒരു 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 അറിവായി നിലനിൽക്കുന്ന ഒരു സംഗതിയും അതുകൊണ്ട് യാതൊരു രീതിയിലും ബാധിക്കാത്ത ഒരാളായിട്ട് ഇവിടെ നിൽക്കുന്നു. എന്താ നടക്കുക എന്ന് പറഞ്ഞാൽ, സെമിനാറിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾ, അയാൾ പ്രസൻറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സെമിനാറിൽ കുറേ മനുഷ്യരിയ്ക്കുന്നു, കൈയടിക്കുന്നു, പിന്നെ അവരുടെ ചില ഒരു അതിന് ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ബ്രയൻ മസ്സുമിയൊക്കെ അവരുടെയൊക്കെ നേതൃത്വത്തിലൊക്കെ, ബ്രയൻ മസ്സുമിയുടെയും എറിൻ മാനിങ്ങിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള തീർത്തും പരീക്ഷണോന്മുഖമായ ഒരു വൈജ്ഞാനിക രംഗത്ത് വളരെ പ്രൊസസ്വലായി പ്രക്രിയ ചിന്തയുമായി ബന്ധപ്പെടുത്തി അവർ നടത്തിയ പല അന്വേഷണങ്ങളുണ്ട്. അത് കൂടുതൽ ഇവൻറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. നമ്മുടെ അക്കാദമിയയിൽ ഒരു ഇവൻറ്റും നടക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സെമിനാറുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇവൻറ്റ് ആവുന്നില്ല. മുൻകൂർ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ നിന്ന് മുൻകൂർ നിശ്ചയിച്ച അറിവുകൾ ഈ പറയുന്നത് പോലെ തീർത്തും വൈയക്തികത തീർത്തുമില്ലാതെ പ്രസരിപ്പിക്കുന്ന ഒരു തരം സ്ഥലമാണ്. ആ ഒരു സ്ഥലത്ത് അവിടെ ഉണ്ടാകുന്ന ഹയറാർക്കിയും പിന്നെ അതുപോലെ തന്നെ ആഢ്യത്വത്തിനും, അതുപോലെ തന്നെ ഇതിനെയാണ് ഞാൻ അക്കാദമിക് വൈറ്റ്നസ് എന്ന് പറയുന്നത്. ഇതിന് പകരം മറ്റൊരു മാർഗവും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ അവർ നടത്തിയ ഒരു ഇവൻറ്റിൽ അവർ ആദ്യം പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഫിനിഷ്ഡായ പ്രോഡക്റ്റും കൊണ്ടുവരരുത്. കം വിത്ത് യുവർ പ്രോസസ്. നിങ്ങളുടെ പ്രക്രിയയും കൊണ്ടുവരിക, നിങ്ങളുടെ പ്രക്രിയകൾ കൊണ്ടുവരിക, ഫിനിഷ്ഡായ പ്രോഡക്റ്റ് കൊണ്ടുവരാതിരിക്കുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ കൂട്ടായ ആലോചനകളുടെയും ചിന്തകളുടെയൊക്കെ ഫലമായി ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് എൻ്റെതാണോ നിങ്ങളുടേതാണോ എന്നൊന്നും നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ആ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകമുണ്ടല്ലോ, പിന്നെ സ്റ്റെഫാനോ ഹെൻറിയും ഫ്രെഡ് മോട്ടനും ചേർന്ന് എഴുതിയ അണ്ടർ കോമൺസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അവർ പറയുന്നത്, ഈ പറയുന്ന എന്തെങ്കിലും പഠന പ്രക്രിയ, സ്റ്റഡി എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് അവർ എപ്പോഴും അടിവരയിടുന്നുണ്ട്. നമ്മുടെ അക്കാദമിക് മേഖലയിൽ ഈ പറയുന്ന പഠനം, സ്റ്റഡി എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നില്ല. കാര്യം അത് വൈറ്റ്നസിൻ്റെ ഒരു മേഖലയാണ്. വൈറ്റ്നസിൻ്റെ മേഖലയിൽ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു പ്രപ്പോസിഷനായി മാറുന്നില്ല. പഠിക്കുന്ന സാധനങ്ങളും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ രണ്ട് തട്ടായിട്ട് തന്നെ നിൽക്കുകയും നമ്മൾക്കൊരിക്കലും ഒരു പ്രപ്പോസിഷനായി മാറാതിരിക്കുകയും ചെയ്യുന്ന, ആ രീതിയിലുള്ള ഒരു പ്രക്രിയയുമില്ലാതിരിക്കുന്ന അത്തരത്തിലുള്ള ചിന്തകരെ, അത്തരത്തിലുള്ള പുസ്തകങ്ങളെ, മനുഷ്യരെ
ഓരം പറ്റി നിൽക്കുന്നതിനെ മുഴുവനായി ഏതെങ്കിലും രീതിയിൽ റെപ്രസെൻറ്റേഷണൽ യുക്തി ഉപയോഗിച്ചുകൊണ്ട്, പ്രാതിനിധ്യത്തിൻ്റെ യുക്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഉൾക്കൊള്ളുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അക്കാദമിയ എന്ന് പറയുന്നത് അത് വൈറ്റ്നസിൻ്റെ ഒരു വിഹാര കേന്ദ്രമാണ്. ആദ്യം തന്നെ അക്കാദമിക് വൈറ്റ്നസ് എന്ന് പറയുന്നത് അതിനെ ജാതി എന്ന ഒന്നിലേക്ക് മാത്രം ഒതുക്കുന്നതാണെങ്കിൽ അവിടെ തീർന്നു. പല രീതിയിലുള്ള ഫിൽറ്ററിങ്ങിലൂടെ, പല രീതിയിലുള്ള അതിലേക്ക് കയറാൻ തന്നെ വളരെ പ്രത്യേകിച്ചുള്ള വഴികളുണ്ട്. ആ വഴികളിലൂടെ മാത്രം, അതിൻ്റെ ജഡ്ജ്മെൻറ്റ്സിലൂടെ, അതിൻ്റെ മാർഗങ്ങളിലൂടെ മനുഷ്യരെ മുഴുവൻ വളരെ കൃത്യമായ ഒരു ഇവൻറ്റും നടക്കാത്ത ഒരു തരിശു ഭൂമിയായി അക്കാദമിയെ മാറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന അക്കാദമിക് വൈറ്റ്നസ് എന്ന് പറയുന്നത്. ഇതിനിടെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിനേക്കാൾ മുമ്പേ അവർ ചോദിച്ചു, പിന്നെ എന്ത് പേര് വെക്കണം? ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ എന്ത് ഞാൻ പറഞ്ഞിട്ടാകുമ്പോൾ അവർക്കൊരു തൃപ്തി വരുന്നില്ല. കാര്യം എന്ന് പറയാൻ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്താണ് എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഇടത് നിരീക്ഷകൻ, വലത് നിരീക്ഷകൻ, നിഷ്പക്ഷ നിരീക്ഷകൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പേര് വേണം. അവസാനം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിനയം കൊണ്ടൊന്നും അല്ല, വിനയത്തിൻ്റെ ഒരു വിഷയമല്ല അത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫി എൻത്യൂസിയാസ്റ്റ് നിങ്ങൾ വെച്ചോളൂ. ഫിലോസഫി എൻത്യൂസിയാസ്റ്റ് എന്ന് വെച്ചോളൂ. തത്വചിന്തയിൽ താല്പര്യമുള്ള, തത്വചിന്ത കുതുകിയായ ഒരു മനുഷ്യനെന്ന് വെച്ചോളൂ. ഒരു പേര് വേണമെങ്കിൽ അതൊരു ഫാഷനും കൂടിയാണല്ലോ. ഒരു ഫാഷന് വേണ്ടി പിന്നെ ദെലൂസും കൊത്താരിയും പറയുന്നത് പോലെ ഹാബിറ്റ്, ക്ലിയർലി ഔട്ട് ഓഫ് ഹാബിറ്റ്. അങ്ങനെ അതുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ ചോദിക്കുന്നത് എന്ത് വെക്കണം എന്ന്. അവർക്കൊന്നും നിർബന്ധമായിട്ടൊന്നുമല്ല, ശീലത്തിൻ്റെ പുറത്ത് മാത്രം അവരും ചോദിച്ചു വെക്കുന്ന എന്ത് വെക്കണം. അപ്പോൾ ആ ശീലത്തിൻ്റെ പുറത്ത് തന്നെ നമ്മളും അറിയാതെ പറഞ്ഞു പോകും, ഇങ്ങനെ വെച്ചേക്കൂ എന്നൊക്കെ നമ്മളും ഈ പറയുന്ന ശീലത്തിൻ്റെ മുകളിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് എന്ന് പറയുന്നത് ഒരു അക്കാദമി മാത്രമല്ല, ചിന്തയുടെയും ആലോചനകളുടെയും ഒക്കെ ഏക സ്ഥലം എന്ന് പറയുന്നത്. പക്ഷേ അക്കാദമി എന്ന് പറയുന്നത് ഇത്തരം ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ഒരു വളരെ സബ്വേർസീവായ, ഒരുപാട് ചിന്തകൾക്കൊരു സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ഈ സുന്ദർ സരൂക്കായിയും ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന നമ്മുടെ അക്കാദമിക്കായ അഗ്രശാലകൾ എന്ന് പറയുന്നത്, ഈ അഗ്രശാലകളുടെ അതിൻ്റെ വൈറ്റ്നസിൻ്റെ പുറത്ത് വിധ്വംസകമായ ചിന്തകൾ, സബ്വേഴ്സീവായ ചിന്തകൾക്ക് ഒരു സാധ്യതയുണ്ട്. അത് പ്രധാനമായി കോൺഫറൻസുകളിലായിരിക്കണമെന്നില്ല, ഈവൻ പുസ്തകങ്ങളിലായിരിക്കണമെന്നില്ല, മറ്റൊരു നിലയ്ക്കുള്ള ഒരു പ്രക്രിയാ ചിന്തയിലൂടെയും ഒരുപക്ഷെ അത്തരത്തിലുള്ള ഇവൻറ്റിലൂടെയും ഒക്കെ നമുക്ക് അത്തരത്തിലുള്ള സാധ്യതകൾ പറ്റും. ഒന്നിച്ച് കൂട്ടായ ചിന്തകളും ആലോചനകളും ഇതിൻ്റെയൊക്കെ വക്കത്തും ഇതിൻ്റെയൊക്കെ അകത്തും പുറത്തുമൊക്കെ ആയിട്ട് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.